അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും തന്നാങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽ വംശത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടും കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്നെ കഴിഞ്ഞൊരു പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് ഒതിഞ്ഞ് വെറുക്കടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആളുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തുകയും കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഉൾത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം, കർത്താവിനെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇടയന്മാർ തിരിച്ചുപോയി. എല്ലാവരും ഇരിക്കുക. ആഗതമായിരിക്കുന്ന ക്രിസ്മസ് ദിനത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുകയാണ്. അതിനൊരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. നിങ്ങൾ എന്തുമാത്രം അതിനോട് യോജിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നീതിമാനാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അംഗീകരിക്കുന്നവർ അവർക്കൊന്ന് കൈവക്കാം. പെട്ടെന്ന് കൈവക്കുമ്പോഴാണ് നിങ്ങൾ ഷാർപ്പായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ എല്ലാവരും തന്നെ കൈവക്കുന്നുണ്ട്. ദൈവം കാരുണ്യവാനാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അംഗീകരിക്കുന്നവർ കൈവക്കാം. എല്ലാവരും തന്നെ കൈവക്കുന്നുണ്ട്. ദൈവം നിഷ്പക്ഷനാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അംഗീകരിക്കുന്നവർക്ക് കൈവക്കാം. അധികം പേര് കൈവക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാവാം? എന്തെങ്കിലും മറുപടി ഉണ്ടോ നിങ്ങൾ? കാരണം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നന്നായിട്ട് കൈവക്കും. ഈ കാര്യം പറഞ്ഞപ്പോൾ കാര്യമായിട്ട് ഈ അർത്ഥം മനസ്സിലാവുന്നില്ലാണ്. ദൈവം പക്ഷപാതം കാണിക്കുന്നവനല്ല. അതാണ്
ദൈവം പക്ഷപാതം കാണിക്കുന്നവനല്ല എന്ന ഞാൻ പറയുന്ന കാര്യം അത് ശരിയാണ് എന്ന് ചിന്തിക്കുന്നവരുടെ കൈവയ്ക്കുകയും ഇപ്പോഴും നേരത്തെ തന്നെ നമ്പറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം പക്ഷപാതം കാണിച്ചതിന്റെ അതിന്റെ ഒരു സംഭവമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം പക്ഷപാതിയാണ് എന്നുള്ളതിന്റെ ശക്തമായ തെളിവാണ്. ആരോടാണ് ദൈവം പക്ഷം ചേർന്നത്? ആരോടാണ് ദൈവം പക്ഷം ചേർന്നത്? പാവങ്ങളോട്. അതാണ് ക്രിസ്മസ്. ഈശോ തന്റെ ജനനത്തിലൂടെയും ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഈ സത്യമാണ് ലോകത്തെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പാവങ്ങളുടെ പക്ഷം ചേരുന്നതാണ്. ഈശോയുടെ ജനനത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമുക്ക് അനേകം രാജകൊട്ടാരങ്ങൾ, അന്തഃപുരങ്ങൾ അല്ലേ എന്ന് നമ്മൾ പറയുന്നത്. ഈ രക്ഷകന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു. രക്ഷകൻ അവിടെ ജനിച്ചാൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി അവരെ വരവേൽക്കാനായിട്ട് അവർ ആദ്യം നോക്കിയിരുന്നു. പക്ഷേ ഒരു രാജകൊട്ടാരവും ദൈവം തെരഞ്ഞെടുത്തില്ല. അവിടുന്ന് തെരഞ്ഞെടുത്തത് എവിടെയാണ്? നമ്മൾ പറയുന്നത് കാര്യത്തിൽ. ആരെ പറഞ്ഞ വിടുക്കം കേട്ടോ, അവനൊരു സമ്മാനമുണ്ട് കേട്ടോ, അവനൊരു സമ്മാനം. കാര്യത്തൊഴിൽ പെട്ടെന്നാണ് പറഞ്ഞ, വേറെ ചിന്തിക്കാനൊന്നുമില്ല. കാര്യത്തൊഴുത്തിലാണ് അവിടുത്തെ ജനനം. ഈ ദിവ്യശിശുവിന്റെ ജനനം ഞങ്ങളുടെ ഉദരത്തിലായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി കുലീനരായ, വിദ്യാസമ്പന്നരായ, ധനാഢ്യരായ പ്രഭുകുമാരിമാര് അവര് അല്ലെങ്കിൽ യുവതികള് കാത്തിരുന്നു. ആറ്റുനോറ്റ് അവര് കാത്തിരുന്നു. പക്ഷേ ഈശോ ജനിക്കുന്നത് പാവപ്പെട്ട നിഷ്കളങ്കയായ ഗ്രാമീണയായ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിലാണ്. ഈശോയുടെ ജനനം മലാഖമാരെ അറിയിക്കുന്നത് ആ നാട്ടിലുള്ള പ്രശസ്തരെയോ പ്രഗത്ഭരെയോ നാടുവാഴിയെയോ ഒന്നുമല്ല. ആദ്യം ഈശോയുടെ ജനനം അറിയിക്കാനായിട്ട് മലാഖമാര് അയക്കപ്പെടുന്നത് ആരുടെ പക്കലേക്കാണ്? ദരിദ്രനായ ആ ആട്ടിടയുടെ പക്കലേക്കാണ്. ഇതേ പറഞ്ഞത് അവിടെ നിന്ന് കാണിച്ചു തരികയാണ് നമുക്ക്, ഞാൻ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. അവിടെ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഈശോ തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ ശിഷ്യന്മാര് 12 പേരാണ്. സമൂഹത്തിലെ കുലീനരെയോ വിദ്യാസമ്പന്നരെയോ പണ്ഡിതരെയോ ഒന്നുമല്ല അവിടെ ഈശോ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാവങ്ങളായ 12 പേരെ. ഈ ലോകത്തെ ശിക്ഷിച്ച ഈശോയ്ക്ക് നേട്ടങ്ങൾ ധാരാളം സ്വന്തമാക്കാമായിരുന്നു. പിശാച് അത്തരത്തിലൊരു പ്രലോഭനം നടത്തുന്നു. ലോകം മുഴുവൻ കണ്ടിക്കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, ഇതെല്ലാം നിങ്ങൾക്ക് തരാം. അതിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് ഈശോ സ്വന്തം ചിന്താഗതിയിൽ ദാരിദ്ര്യത്തെ പൂർവുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, പറവകൾക്ക് കൂടുകളുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന ഈശോയെ ജീവിതത്തിന്റെ അവസാനം വരെ
തന്റെ സമൂഹത്തിൽ ദരിദ്രനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയോട് താതാത്മ്യപ്പെടുത്താൻ ഈശോയ്ക്ക് എന്താ പറയാ എളുപ്പമായിരുന്നു. കാരണം അവിടുന്ന് ദരിദ്രനായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള പ്രത്യാശ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. ഒട്ടേറെ സമ്പന്നർ ആ ഭണ്ഡാരത്തിൽ വലിയ വലിയ നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും മറ്റും ഇട്ടപ്പോൾ ദരിദ്രയായ ഒരു വിധവ ഇട്ട ഒരു ചെമ്പ് നാണയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈശോ പറയുകയാണ്, എന്താണ്? ഈ ദരിദ്ര മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈശോയുടെ ജനനത്തിലും ജീവിതത്തിലും മനോഭാവങ്ങളിലും ഒക്കെ ഈ ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന ഈ വ്യത്യസ്തമായ സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ ആ ഉമ്മയിലെ ആ ധനവാൻ ലാസർ, അതിൽ ലാസറിനോട്, ആ ദരിദ്രനോട് കരുണ കാണിക്കാത്തതിന്റെ പേരിലാണ് അവൻ നരകശിക്ഷയ്ക്ക് അർഹനാകുന്നത്. അന്ത്യവിധിയുടെ ആ ഒരു കാര്യം ഈശോ പറയുമ്പോഴും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശക്കുന്നവനായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുക. ഈശോയുടെ മരണത്തിലും നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ഒരു കല്ലറ പോലും സ്വന്തമായി വാങ്ങാൻ കാശില്ലാത്തവനായിരുന്നു കർത്താവ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി. അത്തരത്തിൽ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് വായിക്കുമ്പോൾ വളരെ രസകരമാണ്. ഈശോ ശിഷ്യന്മാരെ കൂടി ഇങ്ങനെ പോകണം, ഗ്രാമങ്ങൾ തോറും ഇങ്ങനെ ചുറ്റി അവർ സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തി ആളുകൾ നല്ലത് സ്വീകരിച്ചും ഒക്കെ പോകണം. അപ്പൊ യൂദാസിന്റെ കയ്യിലാണ് ഏത് പണസഞ്ചി. അപ്പൊ ആളുകൾ കൊടുക്കുന്നുണ്ട്, ഗുരുവിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നത് അതുപോലെ തന്നെ പോവുകയാണ്. ഇത് യൂദാസിന് അസ്വസ്ഥ ഉണ്ടാക്കുന്നത്. കിട്ടുന്നത് അതുപോലെ തന്നെ പോവുകയാണെന്ന് പറയുമ്പോൾ ആളുകൾ കൊടുക്കുന്നു, ഈശോ സ്വീകരിക്കുന്നു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും പാവപ്പെട്ടവരെ കാണുമ്പോൾ, വസ്ത്രമില്ലാത്തവരെ കാണുമ്പോൾ യൂദാസെ അതങ്ങനെ കൊടുത്തേക്ക് എന്ന് പറയും. ഇത് യൂദാസിന് വലിയ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ശൈലി, ആ ശൈലിയുടെ പ്രത്യേകതയാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ ജീവിതത്തിലുടനീളം ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുക. ഇത് കർത്താവിന്റെ ജനനം മുതൽ മാത്രം തുടങ്ങിയ കാര്യമല്ല. ദൈവത്തിന്റെ മനസ്സ് അതാണ്. ദൈവത്തിന്റെ മനസ്സ് അതാണ്. അവിടെയാണ് ദൈവത്തിന്റെ മനസ്സ് കിടക്കുക. ലേവ്യരുടെ പുസ്തകം 19:9-10 ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആമോസിന്റെ പുസ്തകം 4:1-2 വാക്യങ്ങളിലും ദരിദ്രർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. ശ്രദ്ധിക്കുക. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിന് ശേഷം കാണാ പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീട്ടിവെക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. അതാണ് ലേവ്യരുടെ പുസ്തകം 19:9-10. ഇനി ആമോസിന്റെ പുസ്തകം 4:1-2 കുറെ കൂടെ തീക്ഷ്ണമാണ്. ശ്രദ്ധിക്കാം. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി അരയ്ക്കുകയും ഞങ്ങൾ കുടിക്കുവാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയ മലയിലെ ഭാഷാൻ പശുക്കളെ ശ്രദ്ധിക്കുകയും ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു. ശത്രു നിങ്ങളെ കൊടുത്തിട്ടിഴയ്ക്കുന്ന നാൾ വരുന്നു. നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽപ്പിളർപ്പുകളിലൂടെ പുറത്തു കടക്കും. ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. ഇതാണ്
അപ്പൊ ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ക്രിസ്ത്യാനികളെന്നുള്ള നിലയിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സെന്താണ്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ദരിദ്രർക്ക് വേണ്ടി നിലപാടെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം പക്ഷപാതം കാണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതിന് നിസ്സാരമായ മറുപടിയാണുള്ളത്. ദൈവം ഒരു പാരന്റായതുകൊണ്ട്, ദൈവം ഒരു അപ്പനായതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം ഒരു അമ്മയായതുകൊണ്ട്. സാധാരണ പറയുന്ന ദൈവം ഒരു അപ്പനാണെന്നാണ്, പക്ഷേ ദൈവം അമ്മയുമാണ്. കാരണം ദൈവം തന്നെ പറയുന്നുണ്ട്, ജെറുസലേം ജെറുസലേം എന്ന് പറയുന്ന ആ ഒരു മത്തായിയുടെ സുവിശേഷം ജെറുസലേം നോക്കി വിലപിക്കുമ്പോൾ ദൈവം അമ്മയുടെ റോളിലാണ്. പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ എന്തുമാത്രം ഞാൻ ആഗ്രഹിച്ചു നിന്നെ എന്റെ ചിറകിന് കീഴിൽ സംരക്ഷിക്കാൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദൈവം പിതാവാണ് എന്നുള്ളതാണ്. മോഡേൺ തിയോളജി അനുസരിച്ച് അവർ പറയുമ്പോൾ അങ്ങനെയല്ല, ദൈവം മാതാവും പിതാവുമാണ്. പക്ഷെ പിതാവാണ് ഒരു കാഴ്ചപ്പാടിലേക്ക് വരാം. ഓക്കെ, എന്തുകൊണ്ടാണ് ദൈവം ഈ ദരിദ്രരോട് മാത്രം പക്ഷപാതം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പിതാവിനെ പറ്റി ചിന്തിക്കൂ. ആ പിതാവിന് 3 മക്കളാണെന്ന് വിചാരിക്കും. 3 മക്കൾ, 2 പേര് സുഭിക്ഷരായിട്ട് സന്തോഷത്തോടുകൂടി സമ്പന്നരായിട്ട് ജീവിക്കുമ്പോൾ ഒരുത്തൻ ഒന്നുമില്ലാണ്ട് ജീവിക്കുന്ന കാണുന്ന ഒരു അപ്പന്റെ മനോഭാവം. അപ്പന് സന്തോഷമായിരിക്കില്ല. ശരിയാ, മക്കളുടെ 2 പേർക്കും സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഈ മകൻ ഒന്നുമില്ലാത്തവനായിട്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ ഒരു അപ്പന് സന്തോഷമല്ല. അപ്പോൾ ആ മക്കള് 3 പേര് 2 പേര് സമ്പന്നരായിട്ട് ജീവിക്കുന്നവർ അപ്പനോട് പറയുകയാണെന്ന് വിചാരിക്കുക, അപ്പം വിഷമിക്കണ്ട, ഇവിടെ ഞങ്ങൾ എന്ന് ഈ മക്കള് 2 പേര് പറയുമ്പോൾ അപ്പന്റെ സന്തോഷം കാണും. ഇതാണ് ദൈവം. ഈ ലോകത്തിലെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം സമ്പത്തും എല്ലാം കൊടുത്തിരിക്കുകയാണ് ധാരാളമായിട്ട്. മനുഷ്യന്റെ ആർത്തിക്ക് ഉള്ളതില്ല. ഇന്നെന്തുകൊണ്ടാണ് സമൂഹത്തിൽ ദാരിദ്ര്യം വർദ്ധിക്കുന്നത്? ഈ കാഴ്ചപ്പാടില്ല. ഉള്ളവൻ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും പറ്റിച്ചും വഞ്ചിച്ചും സമ്പാദിക്കുക എന്നുള്ളത് ഇന്ന് ഒരു രീതിയായി മാറിക്കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെടില്ല. കാരണം ദൈവപ്രീതിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ സമ്പത്ത് ഇല്ലാതെ ഞാൻ വാരിക്കൂട്ടുന്ന തുട്ടുകൾ, സ്വർണ്ണ നാണയങ്ങൾ, അത് അനുഗ്രഹമായിട്ട് വരില്ല, അത് ശാപമായിട്ട് വരൂ. ഇത് മനസ്സിലാക്കുന്ന വ്യക്തി അവനാണ് ബുദ്ധിമാൻ, അവളാണ് ബുദ്ധിമതി. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്താഗതി, ദൈവം അപ്പനാണ്, എല്ലാ മക്കളും സന്തോഷമായിട്ട് സംതൃപ്തരായിട്ട് ജീവിക്കുന്ന കാണാനാണ് അപ്പന് ഇഷ്ടം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാരായ മക്കളായിട്ട് നമ്മൾ മാറണം എന്നാണ് ഞാൻ പറയുന്ന അർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ കഥയിലെ അല്ലെങ്കിൽ ആ ഒരു ഉപമയിലെ 3 മക്കളില് ഒരുത്തർ വിഷമിക്കുന്ന കാണുമ്പോൾ പിതാവിന്റെ മനസ്സ് വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്ന 2 മക്കളുണ്ട്. പിതാവിനോട് പറയുകയാണ്, അപ്പം വിഷമിക്കേണ്ട, ഞങ്ങൾ അവരുടെ കാര്യം നോക്കിക്കോളാം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഈ 2 മക്കള് അപ്പാവും വിഷമിക്കേണ്ട, ഇവരെ ഞങ്ങൾ സഹായിച്ചോളാം എന്ന് പറയുന്നത് വെറുതെ അല്ല. അവർക്കറിയാം അപ്പൻ ആരാന്നുള്ളത്. അപ്പൻ സമ്പന്നൻ തന്നെയാണ്. അപ്പന്റെ മനസ്സ് ഞങ്ങൾ കുളിർപ്പിച്ചാൽ ഞങ്ങളുടെ ജീവിതം ധന്യമാകും. ഏത് നിമിഷവും അപ്പൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകും, മനം നിറഞ്ഞ് എന്നുള്ള കാര്യം പറയുന്ന ബുദ്ധിമാന്മാരായ മക്കളാണ്. ഇതുപോലെ ബുദ്ധിമാന്മാരായ മക്കളായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണമെന്നാണ് പറയുന്നത്. ഉണ്ടാക്കിയവൻ പിന്നെ ഉണ്ടാക്കി അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന് അവസാനം ഭരിക്കണമായിരുന്നു ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയാം, വിലാപവും പല്ലുകടിയും ദുഃഖവും ഗദ്ഗതവും മാത്രമാണ് ഉണ്ടാകുന്നത്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാം. പക്ഷെ ഇതുപോലെ ബുദ്ധിമാന്മാരായ മക്കളായിട്ട് നമ്മൾ മാറണം എന്നാണ് ദൈവം പറയുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു സന്ദേശം ഈശോയുടെ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6-ാമത്തെ 3-ാം വാക്യത്തില് ഇപ്രകാരം നമ്മൾ നിലപാടെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നോട് പറയുന്നു. വെറുതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ബുദ്ധിമാന്മാരായ മക്കളൊക്കെ ചെയ്യുമ്പോൾ വെറുതെ അല്ല, അവർ അതിബുദ്ധിമാന്മാരായതുകൊണ്ടാണ് നിലപാടൊക്കെ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? 6-ാമത്തെ 3-ാം വാക്യത്തില് ഈശോയെ പറ്റി പറയുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റി. നീ ധർമ്മ
എന്താണ് ഈ പ്രതിഫലം കൂടി കേട്ടുകൊള്ളുക. സങ്കീർത്തനം 41-1 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. സ്നേഹമുള്ളവർ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പല മനുഷ്യരും അത് മറ്റുള്ളവരെ അറിയിക്കുന്നൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് പോവാം. അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവം ഓഫർ തന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊള്ളൂ. അത് നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തനം 41-1 വരെ വായിക്കുന്നത്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സ്നേഹമുള്ളവരെ, ഇതാ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ വീക്ഷിക്കണം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഒട്ടേറെ മനുഷ്യര് വലിയ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തില് നമ്മുടെ കണ്ണുകൾ ചുറ്റും പരതണം. ആരാണ് അർഹതയുള്ളവര്? ആരാണ് വിഷമിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവര്? അവർക്ക് കൂടി കൊടുക്കാനുള്ളതാണ് എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. എന്റെ കഴിവ്, എന്റെ ജോലി എന്ന് പറയുന്നത് അത് എന്റെ മാത്രം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല. അത് ഇത്തരത്തിലുള്ളവർ കൂടി അതിൽ നിന്നും പഠനം. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ടു വളരുമ്പോൾ അനുഗ്രഹത്തിന്റെ പാതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ സമയത്ത് അത് വീട്ടുകാർക്ക് ചെയ്യും. ദരിദ്രന് കൈയയച്ച് സഹായിക്കുന്നവൻ അവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. തക്ക സമയത്ത് കർത്താവ് കടം വീട്ടും എന്ന പ്രഭാഷണ വചനം കൂടി ഇത്തരണത്തിൽ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ്. ഈശോ പക്ഷപാതം കാണിച്ചവനാണ് ദരിദ്രരോട്. എന്തുകൊണ്ടാണ് അവരത് കാണിച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ പക്ഷപാതം നമ്മൾ കാണിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് അറിയുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ദൈവത്തിന്റെ മനം കുളിർപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നു. അത് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹ സമൃദ്ധി ഒഴുകും. തലമുറകളിലേക്ക് അത് വലിയ അനുഗ്രഹ പ്രവാഹമായിട്ട് മാറും എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ വചന ഭാഗം നമുക്ക് നൽകുന്നത്. ക്രിസ്മസിന് സന്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ചൈതന്യത്തിൽ വ്യാപരിക്കുന്നവരായിട്ട്